ആനയെ പരിപാലിക്കാനും മറ്റുമായിട്ടാണ് വിഷ്ണു എത്തിയതെന്ന അങ്കമാലിയിൽ പരാക്രമം നടത്തിയ ആനയുടെ ഉടമ രാജു പിന്നീട് വണ്ടിയുടെ ഡ്രൈവറായി മാറി. ആന മുൻപ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് ഇതാദ്യമായാണെന്നും രാജു പറഞ്ഞു. തൃശൂർ പൂരത്തിനടക്കം പങ്കെടുത്ത ആനയാണിതെന്നും ഉടമ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആന ലാറി കൊണ്ടുപോകുന്ന ഡ്രൈവറുമാണ്, ആനയുടെ സഹായിയുമാണ്. അയാളാണ് ആന ഉപദ്രവിച്ചത്. അങ്ങനെ ആന സൗമ്യനാണ്. ആന ആരെ ഉപദ്രവിക്കുന്ന ഒരു ആനയല്ല. നമുക്ക് ഏത് ആൾക്കൂട്ടത്തിലെ എവിടെയും നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് നിർത്തുന്ന ഒരു ആനയുമാണ്. ഇന്നലെ രാത്രി എഴുന്നള്ളിപ്പിന് ശേഷം നമ്മൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അത് വന്നിരുന്നത്. അവരുടെ ബെത്തയും എല്ലാം കൊടുത്ത് നമ്മൾ സെറ്റിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഇന്ന് കാലത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിരുന്ന ആനേനെ. പക്ഷെ കാലത്ത് അവർ ഇവിടെ കെട്ടിയിട്ട് അവർ ആനേനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ കെട്ടി. അതിനടുത്ത് 1-ാം പാപ്പൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. 2-ാം പാപ്പൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആനയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആന 2-ാം പാപ്പനെ പിടിക്കുകയും ചെയ്തത്. 2-ാം പാപ്പനെ പിടിച്ച് ആന ചവിട്ടി കൂട്ടുകയും ആന നിന്നിരുന്ന താൽക്കാലിക ഷെഡ്, തകിട് കൊണ്ടിട്ടിരുന്ന താൽക്കാലിക ഷെഡ് മറിഞ്ഞു വീണു. ആനയുടെ പുറത്തേക്ക് വീണു. 1-ാം പാപ്പൻ്റെ ഉറങ്ങി കിടന്നിരുന്ന 1-ാം പാപ്പൻ്റെ മേലേക്കും ആ തകിട് വീണിട്ട് മുറിവ് പറ്റ ചെയ്തത്. 2-ാം പാപ്പനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്.